ഹുക്സ് ലോ എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ, അതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. നമുക്ക് ആ ഹുക്സ് ലോ എന്നാണ് നമുക്ക് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഹുക്സ് ലോ, ഇവിടെ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മൾ പഠിക്കും ഡയഗ്രാം ഓഫ് മൈൽസ് സ്റ്റിയർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതിനകത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും എലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ, അതിനാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽസ് സ്റ്റിയർ. ഇത് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാമാണ്, ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇവിടെ ഈ O തൊട്ട് A വരുന്ന ഈ പോർഷനെ പറയുന്നതാണ് പെർമനൻറ്റ് സെറ്റ്. ഈ പോർഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പെർമനൻറ്റ് സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളിതിന് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിന് പെർമനൻറ്റ് സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഈ O തൊട്ട് Aയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അതായത് നമ്മൾ എന്തുമാത്രം സ്ട്രെസ് കൊടുക്കുന്നു അതനുസരിച്ച് ഡിഫോർമേഷൻ സംഭവിക്കും ഇവിടെ. അതായത് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആകുമ്പോൾ അതിൽ ഹുക്സ് ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു പാർട്ട് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ട്രെസ് മാറ്റുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് മെറ്റീരിയൽ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് ദ സ്ട്രെയിൻ റിട്ടേൺസ് ടു സീറോ. അത് ഈ O തൊട്ട് A വരെയുള്ള പോർഷനിൽ മാത്രമേ അത് സംഭവിക്കൂ. അടുത്ത ഈ പോർഷനിൽ A to B പോർഷനെ പറയുന്നവരാണ് എലാസ്റ്റിക് ലിമിറ്റ്. O to A proportional limit, A to B elastic limit. Elastic limit is the maximum stress the material can withstand while still returning to its original shape when the stress is removed. എന്നാൽ സ്ട്രെസ് മാറ്റുമ്പോൾ തിരിച്ച് പഴയതുപോലെ തന്നെ ഒറിജിനൽ ഷേപ്പിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ അത് മാക്സിമം ലിമിറ്റ് എത്താറായി. ആ ഒരു പോർഷനെ പറയുന്നതാണ് എലാസ്റ്റിക് ലിമിറ്റ്. O to A എന്ന് പറയുമ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് തിരിച്ച് പഴയതുപോലെ എത്തും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ലിമിറ്റ് എത്താറായി, പക്ഷെ എന്നാലും ഇത് പഴയതുപോലെ തന്നെ തിരിച്ച് ഒറിജിനൽ ഷേപ്പിലോട്ട് എത്തും. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇത് എലാസ്റ്റിക് ലിമിറ്റ്. അടുത്ത നെക്സ്റ്റ് പോർഷനെ പറയുന്ന പേരാണ് ഇവിടെ സംഭവിക്കുന്ന അടുത്ത B to C. അതായത് പറയുന്നതാണോ ഇത് സ്ട്രെസ് എക്സീഡ്സ് ദിസ് ലിമിറ്റ് ദ മെറ്റീരിയൽ ബിഗിൻസ് ടു അണ്ടർഗോ പെർമനൻറ്റ് ഡിഫോർമേഷൻ ടേണിംഗ് ദ മെറ്റീരിയൽ ഫ്രം ഇലാസ്റ്റിക് ടു പ്ലാസ്റ്റിക്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചെത്തുന്ന മെറ്റീരിയൽസാണ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തിരിച്ചതുപോലെ എത്തത്തില്ല, അതിനാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു A to B ലിമിറ്റ് കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ഇലാസ്റ്റിക്കിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് മാറും, അതായത് ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ച് എത്തത്തില്ല. ഇനി അതിനകത്തുള്ള പോയിൻറ്റ്സ് C and D അതിനെ പറയുന്ന പേരാണ് yield points. C എന്ന് പറയുന്നത് അപ്പർ yield point ആണ്, മാക്സിമം സ്ട്രെസ് നീഡഡ് ടു ഡീഫോം ദ മെറ്റീരിയൽ. D എന്ന് പറയുന്നത് ലോവർ yield point, അല്ലെങ്കിൽ നമ്മൾ അതിന് Dൻ്റെ പോയിന്റിന് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വിളിക്കും. അത് മിനിമം സ്ട്രെസ് നീഡഡ് ടു ഡീഫോം ദ മെറ്റീരിയൽ. നെക്സ്റ്റ് E എന്ന് പറയുന്നത് ദ മാക്സിമം സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് നെക്കിംഗ്. Beyond this point, the material begins to experience reduction in cross-sectional area which leads to the necking stage. എന്നാൽ ഈയുടെ പോയിൻ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം അങ്ങോട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ നെക്കിങ് നടക്കുക എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ തിന്നാവുന്നത്. ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഉള്ള ഒരു പരിധിക്ക് ശേഷം നമ്മൾ വലിച്ചാൽ ആ റബ്ബർ ബാൻഡ് നമുക്ക് തിന്നാവുന്നതാണോ അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിനാണ് നെക്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്ക് ശേഷം നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ നെക്കിങ് സംഭവിക്കും. അതുവരെ ഇവിടെ വരെ നമുക്ക് അതിന് ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു പോകത്തുള്ളൂ. ഇതിന് ശേഷം ഇതെല്ലാം പ്ലാസ്റ്റിക് റീജിയനാണ്, ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു പോകത്തില്ല. പക്ഷെ അത് നെക്കിങ് സംഭവിക്കത്തില്ല. ഇതിന് ശേഷമായിരിക്കും നെക്കിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ നെക്കിങ് സംഭവിക്കത്തില്ല, അതിൻ്റെ ഇതായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. പറഞ്ഞാൽ തിന്നാവത്തില്ല. പക്ഷെ ഇതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽ നെക്കിങ് തുടങ്ങും, അല്ലെങ്കിൽ ഞാരോ ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈനെ വേറൊരു പേരും കൊണ്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയും. അടുത്ത നെക്കിങ് ഓർ ബ്രേക്കിംഗ് പോയിന്റ്. After ultimate stress point, material undergoes necking. That means the area starts to narrow. This narrowing is because material has become weaker at certain points due to stress concentration. നാരോയിങ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് മെറ്റീരിയൽ ചില പാർട്സിൽ വീക്കർ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ നാരോയിങ് സംഭവിക്കുന്നത്. ഇവൻച്വലി നെക്ക് റീജിയൻസ് റീച്ചസ് ദ ബ്രേക്കിംഗ് പോയിന്റ്. That means the material breaks. This is the final stage in the curve, marking the failure of the material under stress. So the break ആയതിൻ്റെ അർത്ഥം എന്താ, അത് മെറ്റീരിയൽ ഇത് ഫെയിൽ ആയെന്നാണ് അർത്ഥം. സ്ട്രെസ്സിൻ്റെ അടിയിൽ ഫെയിൽ ആയെന്നാണ് അതിനർത്ഥം. സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് പൊട്ടുമെന്ന് പറഞ്ഞാൽ എന്താ, ആ മെറ്റീരിയൽ അവിടെ ഫെയിലായി.
അപ്പോൾ നെക്ക് ചെയ്ത് അത് നെക്ക് റീജിയൻ ആ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടും, ബ്രേക്ക് ആവും. ആ ബ്രേക്ക് ആവുന്ന പോയിൻറ്റ്സാണ് എഫ് നമ്മൾ ആ ബ്രേക്ക് ആവുന്ന പോയിൻറ്റ് എഫ് എന്ന് പറഞ്ഞാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തത്. ഇതൊക്കെ നമ്മൾ എഫ് എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ ഇവിടെ ഈ ഡയഗ്രത്തിൽ കൊടുത്തത്. ഓക്കെ, അത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശേഷം നമ്മൾ സ്ട്രെസ് കൊടുത്ത് അത് ഇവിടെയൊക്കെ നെക്കി നടക്കുകയാണ്, ആ മെറ്റീരിയൽ നാരോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലിമിറ്റ് എത്തുമ്പോൾ ആ മെറ്റീരിയൽ ബ്രേക്ക് ആവും. ഈ പോയിന്റ് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, ഇത് വേറൊരു കാര്യം ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ദ മെറ്റീരിയൽ ഫെയിൽസ് അണ്ടർ സ്ട്രെസ്.